പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാഴ്ച. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ പ്രാർത്ഥനയെ കൂടണം, എന്നിട്ട് വേണം ഇന്ന കാര്യത്തിന് പോകാനെന്ന് വിചാരിച്ച് നിയോഗം വെച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നവരുണ്ട്. കർത്താവേ, അവിടെ കാര്യം ഇന്ന് സാധിക്കണേ. ഈശോയെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആ പരീക്ഷയുടെ മേലെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ വിജയം. ഒരു 2 ശനി ഞായറും പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. +2-കാരുടെയും +1-കാരുടെയും പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ പരീക്ഷയുടെ വലിയൊരു കാലമാണ്. കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മാതാപിതാക്കന്മാരുടെ എല്ലാ ആദികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിക്കുന്നൊരു പിടിയും കിട്ടാത്ത മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം ഒരു ആശീർവാദം, നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉപരിവിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കും, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങൾ പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും മുട്ടയിൽ നിൽക്കണതും, പലരും അതുപോലെ തന്നെ അനുതാപത്തെ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയോടെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്തതിൻ്റെ കാരണം വെച്ചാൽ, കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെയാണ്, അങ്ങനെ ആശ്രയിക്കുകയാണ്
എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എനിക്ക് പറ്റണം, ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും. കർത്താവ് അതെല്ലാം വലിയ മനസ്സോടെ സ്വീകരിക്കുക. അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം, അവൾ ചെയ്തു എന്നൊക്കെ ഈശോ പറയണ്ടേ. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ ഈശോ അംഗീകരിക്കും. നോൻപ് കാലത്ത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കണം. അതിൽ ഈശോ പറഞ്ഞത് എന്താണ്? അവൾക്ക് ചെയ്യാൻ പറ്റണത് അവൾ ചെയ്തു, അപ്പോൾ അവൾക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അവൾ ആത്മാർത്ഥത ഉണ്ട്. അവൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ? ലാസറിൻ്റെ പെങ്ങളുടെ പരിപാടിയാണല്ലോ ഈ കാണിക്കണത്. അവരാണല്ലോ ഈ എണ്ണ പൂശി കർത്താവിന് സുഗന്ധം പൂശുന്നത്. അവളാണല്ലോ ലൂദാസ് വഴക്കിടണത്. അപ്പം അതുകൊണ്ട് അവളാണ് എന്നിട്ടും അതൊന്നും മാനിക്കാതെ നിർത്താതെ അതാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തർ ഗുണവും ദോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോ ഗുണം പറയുന്നുണ്ട്, പീലാത്തോസ് യൂദാസ് ദോഷം പറയുന്നുണ്ട്. ബദനീനെ മറിയം തൈലം പൂശിക്കൊണ്ടിരിക്കുന്നുണ്ട്, തൈലം പൂശിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ മറിയത്തിൻ്റെ നിലപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവളത് നിർത്തുകയോ തുടങ്ങുകയോ അങ്ങനെയൊന്നുമില്ല. അവളുടെ ജോലി ചെയ്യും. അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും. പക്ഷെ ദൈവം നമ്മുടെ വർക്ക് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളെ സപ്പോർട്ട്, നമ്മൾ അംഗീകരിക്കും. അതാണ് അർത്ഥം. അവൾക്ക് ചെയ്യാൻ പറ്റണം, അവൾ ചെയ്ത്. നിനക്ക് നെഞ്ചുവേദനയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുദാസിനെ പിന്തിരിപ്പിക്കും കർത്താവ്. അപ്പോൾ എപ്പോഴും വേണ്ട ചെയ്യണ കാര്യത്തിൽ ആത്മാർത്ഥത വേണം. എന്നാൽ കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാവും. നോൻപ് കാലം ദൈവത്തിൻ്റെ അംഗീകാരം കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുതാപം പോലും ആത്മാർത്ഥതയുള്ളതാകണം. ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ കൂടുതൽ ഈ കുടുംബം വിശുദ്ധിയുള്ളവരാകുകയും നമുക്ക് ചുറ്റും ഭയങ്കര സങ്കടകരമായ ഒരു വിളക്ക് കെട്ടുന്നു കഴിയുമ്പോൾ മറ്റു വിളക്കൂടി ആൾക്കാർ തല്ലിക്കെടുത്തുന്ന പോലെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. നോൻപുകാല ചൈതന്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്രയാകുന്ന എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിച്ച് ഇന്ന് തിരിച്ചു വരാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും രോഗികളായിട്ടുള്ളവർ, ആശുപത്രിയിൽ പോകുന്നവരെല്ലാം നല്ല വാർത്തയുമായി തിരിച്ചു വരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഹഗ്ഗായിയാണ്. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരു മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. അതായത് എന്ത് വിഷയം? അതായത് നമ്മുടെ അധ്വാനമില്ലേ വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു നോവൽ എഴുതി. അത് 2017 തൊട്ട് 2023 വരെ ഞാൻ 5 കൊല്ലത്തിലാണ് നോവൽ എഴുതിയത്. 1000 പേജാണ്. ഇപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. അത് നമ്മുടെ ഭോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ചെർണോബിൽ എന്ന് പറയുന്ന ആ പ്രമേയത്തിലെ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരണത്. എത്രയോ കഥാപാത്രം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലും ഒക്കെ പോയി. പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാധനം സ്റ്റക്കാവും. കാര്യം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഭാവിയിൽ എഴുതണ അതിലല്ല. ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻറ്റ് വേണ്ട എല്ലാത്തിനും. കാര്യം നടന്ന സംഭവമല്ലേ. പക്ഷേ ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ പുസ്തകം എഴുതി, 10-18 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരികമുണ്ട്. എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നിട്ടുള്ളതാണ്. അത് അവാർഡിൻ്റെ കാര്യം പറയല്ല. ഞാൻ എഴുതുമ്പോൾ ചില സമയത്ത് സ്റ്റക്കായി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വർഗസ്വനാവിതായെന്ന് ചൊല്ലും, അനുവാദഞ്ഞോറും ചൊല്ലും, അല്ലെങ്കിൽ ഒരു ജോമാലയുടെ ഒരു രഹസ്യം മുഴുവൻ ചൊല്ലും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ സ്റ്റക്കായ സ്ഥലത്തുനിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഗവേഷണം കാണിച്ചു തരും. ഇനി അടുത്ത പോയിൻ്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത്, അത് ഏത് ബുക്കിലുണ്ട്,
ഇത് ഞാൻ ഏതെങ്കിലും ബുക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ പോയിൻ്റ് ആയിട്ടൊന്ന് എടുത്ത് വെച്ച് തരും. ദൈവം ഭയങ്കര സംഭവമാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല, പാട്ടിപ്പൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമായിരിക്കും. അതാണ് രസം. അതുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദൈവസ്നേഹമുള്ളവർക്കുള്ള ഗുണം അതാണ്. ആ ദൈവവേദങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവം മണ്ടത്തരം ചെയ്താലും ദൈവം കൂടെ നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നാശക്കുഴിയിൽ നിന്ന് അങ്ങനെ വചനമില്ലേ, നാശക്കുഴിയിൽ നിന്ന് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 103:4 വായിച്ചേ. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ നീ ചെയ്യുന്നതെല്ലാം ശുഭമാവുകയും ചെയ്യുമെന്ന്. അത് അങ്ങനെ നോൻപുകാലത്ത് ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടത്. അന്ന് എടുത്ത് നീ ചെയ്യുന്നതെല്ലാം ശുഭമാക്കുകയും ചെയ്യും. ഉൽപ്പത്തി 39:23. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അത് ദൈവത്തിന് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ചെയ്തതൊക്കെ അത് ചെയ്തെന്ന് പറഞ്ഞ ദൈവം ചെയ്തതൊക്കെ ശുഭമാക്കും. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുകയും നമ്മളോട് ഇപ്പോൾ മോശസിൻ്റെ കൽപ്പനകളിൽ ചെയ്തത് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ദൈവം കൽപ്പന കൊടുക്കുന്നത്, ഡു ആൻഡ് ഡു നോട്ട് എന്ന് പറഞ്ഞ്. പക്ഷേ ദൈവസ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ദൈവം അത് കൺട്രോൾ ചെയ്യുകയും മറ്റ് ചെയ്യണതെല്ലാം ദൈവം ചെയ്യാൻ പറ്റും, പക്ഷേ ശുഭമാക്കുക എന്നുള്ള വേറെ വിഷയമാണ്. ഇപ്പോൾ പൗലോസ് പറയണില്ലേ, എല്ലാവർക്കും പ്രയോജനമല്ല. പ്രഭാഷണം 37:28. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവർക്കും എല്ലാം നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. അവസ്ഥ വിഷയത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ശുഭമാക്കുക എന്ന് വേണ്ടി വരണത്. എല്ലാവർക്കും നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കണമില്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഭംഗിപ്പെടുത്തൽ വരേണ്ടത്. എന്താണ്? അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ പ്രവൃത്തികളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഭംഗിപ്പെടുത്തൽ വേണം. അപ്പോഴെന്ത് പറ്റും? അത് എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. അങ്ങനെ വാക്കുണ്ട്. ഒന്നുകൂടെ സാറേ 12 കണ്ട വായിച്ചേ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. ഈ പ്രയോജനകരമാക്കി തീർക്കുന്നത് എന്താണ്? അതാണ് ശുഭമാക്കുകയും ചെയ്തു. ശുഭമാക്കുക ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ദൈവത്തിൻ്റെ സ്പേസാണത്. ഇപ്പം ആൾക്കാർക്ക് പറയുന്നത് എന്തറിയാവോ? അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് ഡിസ്കസ് ചെയ്യത്തില്ല. ഓടെ പോകണം, ഞാൻ പോകണ്ട, ഞാനല്ലേ പോണം, ദൈവമല്ല. അങ്ങനെ മുഷ്കന്മാരും തണ്ടുരോഗികളൊക്കെ ഉണ്ടാവും. കർത്താവേ, ഇതൊക്കെ ഉണ്ടെങ്കിലും നീയാണ് അവസാനം എനിക്ക് പറയാനുള്ള ആൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അതാണ്. ദൈവം എല്ലാം മോശസിൻ്റെ എല്ലാം ശുഭമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു ദിവസം ശുഭമാകണത്, അങ്ങനെയാണ് ജീവിതം ശുഭമാകണത്. പ്രൈസ് ദി ലോർഡ്.